ഹലോ, മോയൻ ഹബ്ബ് സംഘടിപ്പിക്കുന്ന ബേസിക്സ് ഓഫ് AI ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഫോർ ടീച്ചേഴ്സിലെ അവസാനത്തെ സെഷനിലാണ് നമ്മളിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഫോർമാറ്റ്, അതുപോലെ ടെയിൽസ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ്. ഈ രണ്ട് ഫോർമാറ്റുകളാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വളരെ ബേസിക്കായ കാര്യങ്ങൾ മാത്രം, വളരെ ബേസിക്, അത് മാത്രം നമ്മൾ കോഴ്സിൽ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പറയാൻ നമുക്ക് നേരമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം അതും ടീച്ചിങ്ങിന് ആവശ്യമുള്ള അത്യാവശ്യമായ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മൾ കോഴ്സ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സിലേക്ക് ജോയിൻ ആവാം. അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയർ പ്രോഗ്രാം 10 ദിവസമാണ് കോഴ്സ് ഉള്ളത്. ഇതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക, ഓൺലൈനായിട്ട് തന്നെ ഉണ്ടാവുക. അത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട്. വേണമെങ്കിൽ പങ്കെടുത്താൽ മതി, നിർബന്ധമല്ല, ഓപ്ഷണലാണ്, ഫ്രീ ആണ്. അതിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. അതിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടും ചെയ്യും. ഇതാണ് നമ്മളെ കോഴ്സ്. ഒരുപാട് ആളുകൾ, ഡോക്ടേഴ്സും പല രീതിയിലുള്ള ആളുകൾ പഠിച്ചു തീർക്കുന്ന ഒരു കോഴ്സാണ് അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിലേക്ക് ജോയിൻ ആവുക. 2500 രൂപയേ ഉള്ളൂ, ചെറിയ ഫീ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വാല്യൂ ഭയങ്കരമാണ്. ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആ കോഴ്സിന്. പല ആളുകളും ഭയങ്കര ഫീഡ്ബാക്കാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സിന് ജോയിൻ ആവാം. പിന്നെ മറ്റൊന്ന് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു, TOT ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി AI വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാ കമ്മ്യൂണിക്കേഷനെ പോലെ തന്നെ ഇനി വരുന്ന ഓരോ ജനറേഷനും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതും അതിനോടുള്ള കമ്മ്യൂണിക്കേഷനായ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളതും. അപ്പോൾ ഇതിൽ വളരെ എക്സ്പേർട്ടായ ഒരു ടീമിനെ, ഇതിൻ്റെ ഒരു A to Z അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഏത് തരത്തിലുള്ള ആളുകൾക്കും ക്ലാസ് എടുക്കാൻ പറ്റിയ കുറച്ച് ട്രെയിനേഴ്സ്, അത് ഓൺടർപ്രണേഴ്സിനാവാം, അതുപോലെ ടീച്ചേഴ്സ്, ലേണേഴ്സ്, അതുപോലെ ലീഡേഴ്സ്, ഏത് മേഖലയിലുള്ള ആളുകൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റം ട്രെയിനേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ അങ്ങനത്തെ ട്രെയിനേഴ്സിനെ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു TOT പ്രോഗ്രാം ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ആവുക. ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ആവുക, താല്പര്യമുള്ള ആളുകളൊക്കെ കേട്ടോ. ചെറിയ ഫീ ഉള്ളൂ, 15000 രൂപയേ ഉള്ളൂ. 1 മന്ത് കോഴ്സാണ്. അതും റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു ദിവസം ഓഫ്ലൈൻ ആയിട്ട് പ്രോഗ്രാം ഉണ്ട്, റാവിസ് കടവ് റിസോർട്ടിൽ വെച്ച്. പഴയ കടവ് റിസോർട്ട്, പുതിയ റാവിസ് 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ വെച്ചൊരു 1 ഡേ ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ടാവും. 10000 രൂപ ഒരുമിച്ച് അടക്കണ്ട, അത് ഗഡുക്കളായിട്ട് അടച്ചാലും മതി. പക്ഷേ നമ്മളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെക്കാൾ ഉഷാറാണെന്നതിൻ്റെ അർത്ഥം വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുക്കാൻ കഴിയുന്ന ഒരുപാട് AI ട്രെയിനേഴ്സിനെ ഉണ്ടാക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ തുടങ്ങാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കണമെങ്കിൽ എടുത്ത് കൊടുക്കാം, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വെബിനാറുകളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ട്യൂഷനുകളായിട്ട് ടീച്ചേഴ്സിന്, ലേണേഴ്സിന്, ഓൺടർപ്രണേഴ്സിന്, അതുപോലെ സെയിൽസ് മാർക്കറ്റിംഗ് ടീംസിന്, അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുക കേട്ടോ. ഒരു ബാച്ചിലുള്ള മാക്സിമം 25 to 30 വരെ ആളുകളാണ് ഇതാക്കുന്നത്. ഇനി ആളുകൾ കൂടണമെങ്കിൽ അടുത്ത ബാച്ചിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പോൾ ഏതായാലും താല്പര്യമുള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളും. നമ്മളെക്കാളും ഉഷാറായ കുറഞ്ഞ ആളുകൾ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കല്ല, നമ്മൾക്കറിയുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമുക്ക് വേറെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നോളും. അപ്പോൾ നമ്മളെക്കാളും ഒരാൾ വളരുത് എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുക, അങ്ങനെ ചിന്തിക്കാനൊന്നും പാടില്ല. നമ്മളെക്കാളും മറ്റുള്ളവർ വളരണം എന്നേ ആഗ്രഹിക്കാവൂ. ആസ് എ ടീച്ചർ നിങ്ങൾ അങ്ങനെ ആവണം. നിങ്ങളുടെ മക്കൾ നമ്മളെക്കാളും ഉഷാറാവണം, ഉയരണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റേതൊരു നെഗറ്റീവ് ചിന്തയാണ്, അതുകൊണ്ട് ഉപകാരമില്ല. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ദൈവം നമുക്കിതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ചത് അതൊക്കെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്താൻ കഴിയണം. ഓക്കെ. അപ്പോൾ ഏതായാലും പിന്നെ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളതാണ്. ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ കുട്ടികളെ കൊണ്ട്? എന്നും ഒരേ രീതിയിലാണ് ക്ലാസ് എടുപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ എടുക്കാറുള്ളത്? ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾക്ക് ആദ്യം കുട്ടികൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിക്കുക. ഒരു സംഗതി നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ കൊടുത്ത് കുട്ടികൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് കുട്ടികൾ തന്നെ അത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം കുട്ടികൾ അന്വേഷിച്ച് അത് എക്സ്പ്ലോർ ചെയ്ത് കുട്ടികൾ പഠിക്കുന്ന രീതിയാണ് ശരിക്കും ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് ആണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ കേട്ടു, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അതോടുകൂടി കഴിഞ്ഞും ചെയ്തു. പക്ഷേ ഇൻക്വയറി ബേസ്ഡ് അങ്ങനെയല്ല. ഇത് കുട്ടികൾ തന്നെ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഫൈൻഡിങ്ങുകളിലേക്ക് കുട്ടികൾ എത്തുന്നു. അവർ കാണാത്ത ഒരുപാട് കാഴ്ചകളിലേക്ക് അവരെത്തുന്നു. അതുപോലെ അവർ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കാനും അവരുടെ എല്ലാവിധ സെൻസുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റിയൊരു സാധനമാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത്. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ടീച്ചിങ്ങിൽ പരീക്ഷിക്കണം കേട്ടോ. ആണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം? അപ്പോൾ നമുക്ക് പഠിപ്പിക്കണം. അപ്പോൾ നമുക്കറിയില്ല എന്ത് ആക്ടിവിറ്റിയാണ് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. AIക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അതിന് എന്ത് പ്രോംപ്റ്റാണ് കൊടുക്കുക? അതാണ് നമ്മൾ പഠിക്കുന്നത്, ഇൻക്വയറി ബേസ്ഡ്. അപ്പോൾ നമ്മളെ പണി കുറയും ക്ലാസ് റൂമിൽ. മാത്രമല്ല കുട്ടികൾ വളരെ എൻഗേജ്ഡ് ആവും.
അവരുടെ ആകാംക്ഷ കൂടും, അവരൊന്നും കൂടി ആക്റ്റീവ് ആകും, അവരുടെ സ്കില്ലുകളൊക്കെ പുറത്തെടുക്കും, അവർ ഒന്നും കൂടി സോഷ്യലാവും, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഒന്നും കൂടി കൂടും, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും, അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തേക്ക് എത്താൻ തുടങ്ങും. കാരണം ചെറുപ്പം മുതലേ നമ്മൾ അവരങ്ങനെ പരിശീലിപ്പിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെത് ക്വസ്റ്റ് എന്നാണ്. ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ നിന്ന് വന്ന ക്വസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡ്, എക്സ്പ്ലോർ, സിന്തസൈസ്, ടീച്ച് ബാക്ക്, ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്, എനിക്കൊരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഉദാഹരണം എനിക്ക് ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കണം കുട്ടികളെ. ഉദാഹരണം ഫോട്ടോസിന്തസിസ് തന്നെ എല്ലാവർക്കും തിരുവനന്തപുരം സാധനം ആയതുകൊണ്ടാണ് പറയുന്നത്. ഫോട്ടോസിന്തസിസ് കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ, അപ്പോൾ ആദ്യം കുട്ടികളോട് അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗിലാണ് എനിക്ക് കുട്ടികളെ ഇത് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നീ ആദ്യം തയ്യാറാക്കണം. അത് പഠിപ്പിക്കാൻ ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലോ കുട്ടികളോട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നീ തയ്യാറാക്കണം. രണ്ടാമത് അണ്ടർസ്റ്റാൻഡ്, കുട്ടികൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാവുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ എയ്ഡുകളോ ടൂളുകളോ നീ ഉണ്ടാക്കണം. ഉദാഹരണം ഒരു വീഡിയോ, ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കുട്ടികൾക്കത് മനസ്സിലാക്കാവുന്ന രീതി എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. ഉദാഹരണം കുട്ടികൾക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്ന ആർട്ടിക്കിൾ കൊടുത്തിട്ട് വായിക്കാൻ പറയാം, ഉദാഹരണം പറയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു ടൂൾ നീ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സജസ്റ്റ് ചെയ്യണം. മൂന്നാമത് എക്സ്പ്ലോർ, കുട്ടികൾ ഇത് മനസ്സിലാക്കിയല്ലോ, ഇനി ഇത് കുട്ടികൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ കുട്ടികൾ ഒരു പ്ലാന്റിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ വെയിലത്ത് വെക്കുന്നു, പിന്നെ അതിനെ വെയിലില്ലാത്ത ഇടത്തേക്ക് വെക്കുന്നു, അതിന് 2-3 ദിവസം അത് പരീക്ഷിക്കുന്നു. അപ്പോൾ ആ ഇല വാടുന്നു, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചത് ഒന്നും കൂടി ഉഷാറായിട്ട് ലറിഷായിട്ട് എന്ത് ചെയ്യുന്നു, അത് വളരുന്നു, മറ്റേത് അത്ര ഉഷാറായിട്ട് വളരുന്നില്ല. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി കൂടി ഈ ഒരു ഇതിനു വേണ്ടി നീ ആഡ് ചെയ്യണം. പിന്നെ സിന്തസൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവരുടെ നിരീക്ഷണം ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് പ്ലാന്റുകളൊന്ന് പുറത്ത് വെച്ചൊന്ന് അകത്ത് വെച്ച്, അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ കമ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു ചാർട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് സിന്തസൈസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ലേണേഴ്സ് അനലൈസ് ദെയർ ഫൈൻഡിങ്സ് ആൻഡ് ഡ്രോ മീനിങ് കൺക്ലൂഷൻസ്. കുട്ടികളുടെ കണ്ടെത്തലുകളെ അനലൈസ് ചെയ്യാനുള്ള ഒരു രീതി നീ സജസ്റ്റ് ചെയ്യണം. ഉദാഹരണം ഒരു ചാർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഇത് കമ്പയർ ചെയ്യുക, ഉദാഹരണം പറയാണ്. അങ്ങനെയുള്ള ഒരു ടൂളും കൂടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അനലൈസ് ചെയ്യാനുള്ള ഒരു സാധനം കൂടി നീ എന്ത് ചെയ്യണം, സജസ്റ്റ് ചെയ്യണം. അവസാനം എന്ത് ചെയ്യണം, ടീച്ച് ബാക്ക്, ടി ഫോർ ടീച്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ അലോ ലേണേഴ്സ് ടു പ്രസന്റ് ദെയർ ഫൈൻഡിങ്സ് ആൻഡ് റിഫ്ലക്ട് ഓൺ ദ ഇൻക്വയറി പ്രോസസ്. അവസാനം കുട്ടികൾ കണ്ടെത്തിയ ഒരു സംഗതി ഉണ്ടല്ലോ, അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദി അതും കൂടി നീ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഉദാഹരണം ലാസ്റ്റ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ടോക്ക് സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു GD സംഘടിപ്പിക്കുന്നു, ഉദാഹരണം പറയാം. അങ്ങനത്തെ ഒരു സംഗതി കൂടി നീ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ആദ്യം ഫീഡ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗുമായി ബന്ധപ്പെട്ട ഇന്ന വിഷയത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമെന്ന് പറഞ്ഞാൽ ഇതേ ഓർഡറിൽ നിങ്ങൾക്ക് സാധനം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മതി. അവിടെയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. അവിടെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യണം. അവിടെ മടി കാണിക്കരുത്. അപ്പോൾ നമ്മളെ മടിയനാക്കല്ല, ഒന്നും കൂടി ക്രിയേറ്റീവ് ആക്കണം ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രം. ഓക്കെ, അതാണ് ക്വസ്റ്റ്. Q ഫോർ ക്വസ്റ്റ്യൻ, U ഫോർ അണ്ടർസ്റ്റാൻഡ്, E ഫോർ എക്സ്പ്ലോർ, S ഫോർ സിന്തസൈസ്, T ഫോർ ടീച്ച് ബാക്ക്. ഗ്രേറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. അതാണ് ക്വസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ടെയിൽസ്, സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റാണ്. കഥ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവും. അതിന് മുമ്പ് ഞാനൊരു കോട്ട് പറയാം. കോട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഒരു കോട്ട് പറയാം. The best use of AI in education is to help each student learn at their own pace. മനസ്സിലായില്ലേ? The best use of AI in education is to help each student learn at their own pace. AI വന്നതുകൊണ്ട് എഡ്യൂക്കേഷനിലുണ്ടായ വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ഈച്ച് സ്റ്റുഡൻറ് ലേൺ അറ്റ് ദെയർ ഓൺ പേസ്. ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ രീതിക്കും ആ കുട്ടിയുടെ വേഗതക്കും ആ കുട്ടിയുടെ താല്പര്യത്തിനും അനുസരിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റേതാകുമ്പോൾ ഒരു ടീച്ചർക്ക് ഒരു ഇതുണ്ടാവും, അതിനനുസരിച്ചായിരിക്കും പഠിക്കാം. ഇതങ്ങനെയല്ല, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. എങ്ങനെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എന്ത് ചെയ്യുക, പേഴ്സോണ പാറ്റേൺ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ജോയിൻ ആയാലും ഇഷ്ടംപോലെ പാറ്റേൺസും രീതികളും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, നിങ്ങളുടെ വർക്ക് ലൈഫിൽ, നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ, അതുപോലെ മോണറ്റൈസിങ്, അതുകൊണ്ട് പിന്നെ പണം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ പല രീതിയിലും എങ്ങനെ പ്രോംപ്റ്റുകൾ കൊടുക്കാം, AI എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ വിശാലമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ. നിങ്ങൾ അതിൽ താല്പര്യമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഓക്കെ, ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാണ് AI എഡ്യൂക്കേഷനിൽ ചെയ്തൊരു സംഗതി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടെയിൽസ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് എന്നുള്ളത് പറയാം. ടെയിൽസ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ്. സ്റ്റോറി ടെല്ലിംഗ് പറയാറുണ്ടോ ക്ലാസ്സിൽ? കഥകളൊക്കെ പറയാറുണ്ടോ? കുട്ടികൾക്ക് കഥകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികളുടെ ഏഞ്ചൽസ് കോക്ടെയിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഐ മീൻ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് ഹോർമോൺസ്, ഈ എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനത്തെ കുറച്ച് ഹോർമോൺസ് ഉണ്ട്, ഡോപ്പമീൻ, ഇതൊക്കെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോർമോണുകൾക്ക് പറയുന്ന പേരാണ് ഏഞ്ചൽസ് കോക്ടെയിൽ എന്നുള്ളത്. പിന്നെ ഡെവിൽസ് കോക്ടെയിൽ ഉണ്ട്,
നമ്മളെ പേടിപ്പിക്കുന്ന ഹോർമോണുകൾ, അത് വേണ്ട. അപ്പോൾ സ്റ്റോറിയിലൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏഞ്ചൽസ് കോക്ടെയിൽസ് ആണ്. കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന, ആകാംക്ഷകൾ ഉണ്ടാക്കുന്ന, പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ കഥകൾ യൂസ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അപ്പോൾ നല്ല കഥകൾ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. കഥ പറയുന്ന ടീച്ചർമാർ ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. കഥ ഒന്നും പറയാതെ വരേണ്ട ക്ലാസ്സിലുള്ളവർ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചോദ്യം ഉണ്ടാവും, എവിടുന്ന പത്രത്തോനെ കഥയൊക്കെ കിട്ടുക? ഓരോ ദിവസവും വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും. അതിനൊക്കെ എവിടുന്ന് കിട്ടാനാ കഥകൾ? ഇത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടി വരും. ഡോണ്ട് വറി, ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ കഥകൾ മൂപ്പരെ കൊണ്ട് പറയിപ്പിക്കുക, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ കഥ ഉണ്ടാക്കുക? അപ്പോൾ കഥയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവില്ല, ഓരോന്നിനും ഒരു ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിലാവുമ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. അപ്പോൾ കഥകൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത്, ഇപ്പോൾ എയുടെ കഥ ഒരു കഥ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫോർമാറ്റാണ് നമ്മൾ പറയുന്നത്. അതാണ് ടെയിൽസ്. ടി ഫോർ തീം, എ ഫോർ ഓഡിയൻസ്, എൽ ഫോർ സെറ്റിംഗ്, ഇ ഫോർ ഇവൻറ്റ്സ് ആൻഡ് എസ് ഫോർ സസ്പെൻസ്. വിശദീകരിക്കാം, അപ്പോൾ മനസ്സിലാവും. എന്താ പറയുക, ക്ലാസ് തീരെ ശ്രദ്ധിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ കഥകൾ അവർക്ക് നന്നായിട്ട് ശ്രദ്ധിക്കും. ഞാൻ മുമ്പ് ഇതുപോലെ സയൻസ് ക്ലാസ് എടുത്തിരുന്നു. ഞാൻ പിന്നെ ഒരു സെമസ്റ്റർ മുഴുവൻ കഥ പറച്ചിലായിരുന്നു. ഐ മീൻ തീം നമ്മൾ ക്ലാസ് തന്നെ പറയുന്നത്, പക്ഷേ കഥയിലൂടെ പറയും. കുട്ടികൾ ഭയങ്കര പെട്ടെന്ന് സിലബസ് തീർന്നത് മാത്രമല്ല, കുട്ടികൾക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. ആ ഒരു സെമസ്റ്റർ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കിൽ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ കഥകൾ കിട്ടാൻ നിങ്ങൾ എഐനെ യൂസ് ചെയ്യാം. അപ്പോൾ കഥ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എഐനെ ആദ്യം പഠിപ്പിക്കുക. അതാണ് ടെയിൽസ്. ടി ഫോർ തീം, എ ഫോർ ഓഡിയൻസ്, എൽ ഫോർ സെറ്റിംഗ്, ഇ ഫോർ ഇവൻറ്റ്സ് ആൻഡ് എസ് ഫോർ സസ്പെൻസ്. പറഞ്ഞല്ലോ, ഇനി വിശദീകരിക്കാം. ടി ഫോർ തീം, ഉദാഹരണം, എന്തായിരിക്കണം നമ്മുടെ തീം എന്നുള്ള നമുക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കണം. എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഫോട്ടോസിന്തസിസ് ആണ് ഉദാഹരണം. അപ്പോൾ ഇത് പഠിപ്പിക്കാനുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ, അല്ലെങ്കിൽ സ്നേഹം പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ കെയറിങ് പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഷെയറിങ് പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കാനുള്ള ഉദാഹരണം പറയാണ് ഒരു സ്റ്റോറി ഉണ്ടാക്കണം. അതിൻ്റെ തീം ഇതായിരിക്കണം. ഉദാഹരണം, ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യണം? അഫോറസ്റ്റേഷൻ, മരം വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഒരു മാഹാത്മ്യം കുട്ടികൾക്ക് കിട്ടിയിരിക്കണം. അതൊരു തീമാണ്. അതൊരു തീം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആദ്യം തീം കൊടുക്കുക. രണ്ടാമത് ഓഡിയൻസ്. ദ സ്റ്റോറി ഷുഡ് റിസണേറ്റ് വിത്ത് സ്റ്റുഡൻസ് ഹു ആർ ഫേസിങ് അക്കാഡമിക് ചാലഞ്ചസ്. ഉദാഹരണം പറഞ്ഞാണ്, ഈ കഥ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെങ്കിൽ ഡിഗ്രി കുട്ടികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ +2 കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് ആ ഒരു ഏജ് ലെവലിനനുസരിച്ചുള്ള കഥ ആയിരിക്കും നമുക്ക് പറഞ്ഞുതരാം. മൂന്നാമത് സെറ്റിംഗ് എന്നുള്ളതാണ്. ഉദാഹരണം, ഈ കഥ എവിടെയാണ് നടക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇത് ചന്ദ്രനിൽ നടക്കുന്ന ഒരു കഥയായിട്ട് പറയണം, അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ തന്നെ ആരും കാണാത്തൊരു ഏരിയ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഐസ്ലാൻഡിലുള്ള, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള, അല്ലെങ്കിൽ ഒരു കാട്ടിൽ വെച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ കിണറ്റിൽ വെച്ച് നടക്കുന്നത്. ആ സെറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞ ഒരു ഇടം എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞാണ്. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് വളരെ മനോഹരമായിട്ടൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. പിന്നുള്ളതാണ് ഇവൻറ്റ്സ്. ഇവൻറ്റ്സ് പറഞ്ഞാൽ ആ കഥയിൽ ഉണ്ടാവേണ്ട തീമുകൾ എന്താണെന്നുള്ളത്, ഐ മീൻ ഇവൻറ്റുകൾ എന്തൊക്കെയെങ്കിൽ പറയാൻ പറ്റും. ഉദാഹരണം, ആ ഹീറോ അങ്ങനെയൊക്കെ പോയി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ലാസ്റ്റ് അതിന് അതിജയിച്ചു, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നടന്നു, ലാസ്റ്റ് സാഡായി. അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയ ഒരു ഇവൻറ്റ് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നില്ല കേട്ടോ. പറഞ്ഞു കൊടുത്താലും ഒന്നുകൂടി ഷെയറായി, ഇല്ലെങ്കിൽ മൂപ്പരുടേതായ ഐഡിയയിൽ സാധനം സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവൻറ്റിന് ഒരു ഐഡിയ നിങ്ങൾ കൊടുത്താൽ മതി, എങ്ങനെ ആയിരിക്കണം ഇവൻറ്റ് ഉണ്ടാവേണ്ടത്. എന്തെങ്കിലും കഥ നമുക്ക് കിട്ടിയിട്ട് കാര്യമല്ലല്ലോ, നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു കഥ വേണ്ടേ? അതന്നെ നമ്മൾ തീമാറ്റിക് ആവും വേണ്ടേ? അതിനാണ് ഇവൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന വിഷയത്തിലുള്ള സാധനമായിരിക്കണം. അവസാനം സസ്പെൻസ്, എസ് ഫോർ സസ്പെൻസ്. അതിൽ സസ്പെൻസ് ഉണ്ടാവണം. ആ സസ്പെൻസ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളെ മൈൻഡിൽ നമ്മളൊരു സാധനം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹിൻറ്റ് മാത്രം മൂപ്പർ കൊടുത്താൽ മതി, ബാക്കി മൂപ്പർ നല്ല സൂപ്പർ കഥ ആക്കി തരും. ഇനി അത് നമുക്ക് അറിയില്ല, അങ്ങനെയാണെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട് മൂപ്പരോട് ഉണ്ടാക്കാനും പറഞ്ഞാൽ മതി. അപ്പോൾ തീം ആദ്യം പറഞ്ഞു കൊടുക്കുക, ആരാണ് ഓഡിയൻസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, പിന്നെ നമ്മൾ കണ്ടൊരു സെറ്റിങ്സ്, ആ ഒരു ഏത് സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഇവൻറ്റ്സ് എന്തെല്ലാം ആ കഥയിൽ വരണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, പിന്നെ സസ്പെൻസ്, അവസാനം സസ്പെൻസ് വേണം, ഏത് രീതിയിലാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ നിങ്ങൾക്ക് കിട്ടും. അതന്നെ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട്, 8ാം ക്ലാസ്സിലേക്കാണെങ്കിൽ അങ്ങനെ, ഇനി മിക്സ്ഡ് ഓഡിയൻസ് ആണെങ്കിൽ അങ്ങനെ, പേരൻസ് ആണെങ്കിൽ അങ്ങനെ, പ്രൊഫഷണൽസ് ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഏത് രീതിയിലുള്ള ആളുകൾക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കഥ നമുക്ക് കിട്ടും. അത്ര സുന്ദരമാണ്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സാധനം ഫീഡ് ചെയ്ത് വെച്ചാൽ അടുത്ത സമയത്ത് നിങ്ങൾ പറയുമ്പോൾ സിമ്പിളായിട്ട് അതേ രീതിയിലായിരിക്കും കിട്ടും. ഓഡിയൻസിൻ്റെ ഇതൊക്കെ മാറ്റി കൊടുത്താൽ മതിയാവും. മനസ്സിലായോ? ഈ രീതിയിലാണ് ഫോർമാറ്റ് കൊടുക്കേണ്ടത് സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൽ അതുപോലെ AI ടൂളുകളിലെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ മൈക്രോ ലെവലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു 5 ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്ത് വലിയൊരു കടലാണിത്. അപ്പോൾ നിങ്ങൾ വിശാലമായിട്ട് പഠിക്കുക. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം പുതിയ കാര്യങ്ങൾ. ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആവത്തിൽ തന്നെ കൊണ്ടാവില്ല, അത്ര മതി എന്നല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ ഔട്ട്ഡേറ്റഡ് ആവും. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സെൽഫിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് പൈസ ചിലവാക്കിയാലും വേണ്ടിയില്ല, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ വളരും. അതിനനുസരിച്ച് വേറെ വഴിക്ക് നമുക്ക് സമ്പത്തും ഇതൊക്കെ വരും. സമ്പത്തിനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സെൽഫിന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫണ്ടുകൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ കുറേ വളരും, അതിനപ്പുറം നമുക്ക് കിട്ടും ചെയ്യും. ഉഷാറായിട്ട് പഠിക്കുക എല്ലാവരും.
നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല പഠിക്കുന്ന ആളാണെന്നുള്ളതാണ്. നല്ലൊരു ലേണറാണ്. ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ലേണറാണ്. അപ്പോൾ അങ്ങനെ മാറാൻ നമ്മൾ ശ്രമിക്കുക. നന്നായിട്ട് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക. ഈ ഒരു പുതിയൊരു തലമുറ അല്ലേ, അപ്പോൾ അവരതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ നമ്മളൊന്ന് അപ്ഡേറ്റഡ് ആവണം. ഏതായാലും നിങ്ങൾക്ക് സംഗതികളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. 10,000 ആളുകളെങ്കിലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആളുകളിലേക്ക് എത്തണം, അടിത്തട്ടിലേക്ക് വരെ ഈ സംഗതി എത്തണം. ആളുകൾ പഠിക്കണം, ആളുകൾ മാറണം. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ ക്ലാസ്. ഏതായാലും നമ്മൾ 2 കോഴ്സ് ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. പരമാവധി ആളുകൾ അഡ്വാൻസ് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക സാധനം. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ TOTയിൽ നിങ്ങൾ അപേക്ഷിച്ചോളൂ. അത് നിങ്ങൾക്കൊരു ഗ്രോത്താണ്. നമുക്ക് ഒരുപാട് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടില്ലേ. നമ്മളങ്ങനെ ചിന്തിക്കണം. പരമാവധി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് എന്തൊക്കെ അറിയോ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ബാക്കിയുള്ളവർക്ക്. ഒന്നും മറച്ചു വെക്കരുത്. ബാക്കിയുള്ളവർ നമ്മളെക്കാളും വളരണം, അങ്ങനെ ചിന്തിക്കണം. നമ്മളെ മക്കൾ നമ്മളെക്കാളും വളരണം, അങ്ങനെ ചിന്തിക്കണം. പരമാവധി നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ സംഗതി ഇങ്ങനെ ദൈവം തന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ചില ആളുകളുണ്ടാവും എല്ലാം കൊടുക്കില്ല, കുറച്ച് പിടിച്ചു വെക്കുക, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും നല്ല ടീച്ചേഴ്സായിട്ട് നിങ്ങൾ മാറുക. ഇനിയും നമുക്ക് കാണണം. നിങ്ങൾ ക്ലാസ്സൊക്കെ ആയിട്ട് വളരെ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ സാധുവിനൊരു ഇടം തരണം. പിന്നെ അതുപോലെ നമ്മളെ മോയൻ നമ്മൾ ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ആളുകളിലേക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ ടീച്ചേഴ്സിന് ഈ സംഗതികളൊക്കെ ചെയ്തത്. അതുപോലെ ടീച്ചേഴ്സിനൊക്കെ സ്കൂളുകളിൽ വന്നിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യമുള്ള സ്കൂളുകൾക്ക്, അവിടെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ അതുപോലെ ടീച്ചേഴ്സിനൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു പദ്ധതികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലാനിലുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏതായാലും ഇന്ന് കേട്ടതിന് വളരെ നന്ദി. മോയൻ്റെ കൂടെ നിങ്ങൾ മനസ്സുകൊണ്ടുണ്ടാവണം. അതുപോലെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം മറ്റ് അക്കൗണ്ടൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. നിങ്ങളതൊക്കെ ഫോളോ ചെയ്യാൻ, മറ്റ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ അറിയും. ഓക്കെ, ഏതായാലും നിങ്ങൾ കണ്ടതിൽ വളരെ നന്ദി. വളരെ നല്ല ടീച്ചേഴ്സായിട്ട്, എല്ലാ കുട്ടികളുടെ മനസ്സിൽ ജീവിക്കുന്ന ടീച്ചേഴ്സായിട്ട് നിങ്ങൾ മാറണം. അപ്പോഴേ നമുക്ക് ഈ ലൈഫിനൊരു അർത്ഥമുള്ളൂ. ഒരു സ്റ്റോപ്പിൽ നിന്ന് കാര്യം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ആളുകളാണല്ലോ നമ്മൾ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഏതായാലും ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. താങ്ക്